ഷഫീന ബീവി അല്ലെ? തെർത്താത്ത. തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്. തെർത്താത്തെ, ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താ? നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി, ഇതൊക്കെ രേണുസുതി കിച്ചു ഷബീന ബീവി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ രേണുസുതി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിലാണ് പങ്കുവച്ചിട്ടുള്ളത്. 2-3 ദിവസമായി കിച്ചുവും രേണുസുതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതങ്ങ് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് രേണുസുതി പല വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്ന് കരഞ്ഞിട്ട് വന്നു, തൊട്ടടുത്ത നിമിഷം അടുത്ത് ഡാൻസ് ഇട്ടു, അതിനുശേഷം വീണ്ടും വന്ന് കരഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ പോയി വീണ്ടും ഡാൻസ് ഇട്ടു. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിലും പോയി ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിയും ഇടയ്ക്കിടയ്ക്ക് കരച്ചിലും ഇടയ്ക്കിടയ്ക്ക് ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ രേണുസുതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇങ്ങനെ വിളയാടുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നമ്മൾ വിടാൻ ആഗ്രഹിച്ചാലും മീൻസ് യൂട്യൂബേഴ്സ്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വിടാൻ ആഗ്രഹിച്ചാലും രേണുസുതിക്ക് വിടാനായിട്ട് ഒട്ടും ഉദ്ദേശമില്ല. കാരണം എന്താണെന്നറിയാമോ? വീണ്ടും 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 ഇവർ കണ്ടൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അതനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം രേണുസുതി തന്നെയാണ് ഈ റിയാക്ഷൻ വ്ളോഗേഴ്സിന് കണ്ടൻറ്റ് തരുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു കണ്ടൻറ്റിന് വേണ്ടി. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എടുത്തിട്ട് ചെയ്യും. ഇപ്പോൾ പുതിയ ഇഷ്യൂ യൂട്യൂബറായ ഷബീന ബേബിയെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഫൈറ്റ് അവർ തമ്മിലാണ്. അപ്പോൾ ഷബീന ബീബി രേണുസുതിയെ പറഞ്ഞതിന് അതേ അർത്ഥത്തിൽ, അതേ രീതിയിൽ, അതേ തീവ്രതയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് രേണുസുതി. അവർ ദുബായിലിരുന്നു കൊണ്ട് നാട്ടിലിരിക്കുന്നവർക്ക് കണ്ടന്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ വിശദമായിട്ടൊന്ന് കണ്ടേ. ഷഫീന ബീവി അല്ലെ? തെർത്താത്ത. തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്. തെർത്താത്തെ, ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ. അപ്പൊ ആരെയും ഒന്നും പറയത്തില്ലെന്നാണല്ലോ. രേണുസുതി ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ആരെയും ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രേണുസുതി എല്ലാവരെയും പറയുകയും ചെയ്യും, പറയാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് ആള് ചെയ്യുന്നുണ്ട്. എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ പിടിച്ചേക്കുവാണ്. 2 ദിവസം മുന്നേ വരെയും ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്നെ അങ്ങ് കണ്ടന്റ് ആക്കുകയാണ്, യൂട്യൂബേഴ്സ് എല്ലാം കൂടെ എന്നെ അങ്ങ് കണ്ടന്റ് ആക്കുകയാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി പേര് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു വിഷയമുള്ളൂ, നിങ്ങൾ അവരെ വെറുതെ വിട്ടൂടെ എന്ന്. ഞങ്ങൾ വെറുതെ വിട്ടാലും അവർ പോവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ വീഡിയോ ചെയ്താൽ മാത്രമേ അവർക്ക് റീച്ചുള്ളൂ. അവർക്ക് റീച്ച് അവരെവിടെ നോക്കിയാലും, ഇൻസ്റ്റ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും രേണുസുതി ഇങ്ങനെ മുഴങ്ങണം. അപ്പോൾ ആ മുഴക്കം ഒരു ദിവസം കൊണ്ട് കേൾക്കുന്നില്ലായിരിക്കാം. അപ്പോൾ ആ മുഴക്കം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു കണ്ടന്റ് ഇട്ട് തന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഷബീന ബേബി എന്ന് പറയുന്ന ഈ യൂട്യൂബറോട് ഇവർക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരിട്ട് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മതി, പോരെ? അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരൊരു സെലിബ്രിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും സെലിബ്രിറ്റികൾ വീഡിയോ ഇടുകയാണോ ചെയ്യുന്നത്? അവർക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് സെലിബ്രിറ്റികൾ? അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. അവരെ കോണ്ടാക്ട് ചെയ്ത് ആ വിഷയം സംസാരിക്കും. ഇവിടെ അതല്ല. ഇപ്പം നമ്മൾ ഒരാൾ അങ്ങോട്ടൊരു വീഡിയോ ഇടുമ്പോൾ 2 വീഡിയോ ഇവർ തിരിച്ച് ഇങ്ങോട്ടിടും. ആ 2 വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 2 വീഡിയോ അവർ ഇങ്ങോട്ടിടും. ഇതാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളികളാണ് നടക്കുന്നത്. അപ്പം നമുക്ക് കണ്ടന്റിന് ക്ഷാമമില്ല, അവർക്ക് റീച്ചിനും ക്ഷാമമില്ല. ഏത് നിങ്ങൾക്കത് മനസ്സിലായോ? ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒന്ന് നിർത്തി വെച്ച് നോക്കും. എല്ലാ ആൾക്കാരും ഒന്ന് നിർത്തി വെച്ച് നോക്കിയാൽ ഈ രേണുസുതി എന്ന പേരെ ഇവിടെ കേൾക്കൂല, ഇവിടെ കേൾക്കാൻ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ കിച്ചു ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നു. കിച്ചു ആരാ? ഇവരുടെ മകൻ.
പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവർ കിച്ചുവിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയോ അതല്ലേ വേണ്ടത്. പിണക്കത്തിലൊന്നുമല്ല. കാരണം ഈ അടുത്ത സമയത്ത് ഇനോഗ്രേഷന് പോയപ്പോഴത്തേക്ക് ഇവരവിടെ പോവുകയും ആ സുധിയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ, ഇവർ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ മീഡിയയ്ക്ക് മുന്നിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി. ഞാൻ നാട്ടിലെത്തിയിട്ട് ഇതിന് ക്ലാരിഫിക്കേഷൻ തരാം. കിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. കിച്ചുവുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ മീഡിയക്കാർക്ക്, നിങ്ങൾ വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാം എന്നൊരൊറ്റ വീഡിയോ ഇവരിട്ടാൽ മതി. പക്ഷേ ഇവരങ്ങനല്ല ഇടുന്നത്. ഇവരാദ്യം യൂട്യൂബേഴ്സിനെതിരെ വീഡിയോ ഇട്ട്, അതിനുശേഷം പിന്നെ കിച്ചു ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ട്, അതിനുശേഷം കരഞ്ഞ് തളർന്ന വീഡിയോ ഇട്ട്, പിന്നെ ഡാൻസ് കളിക്കുന്ന ഞാൻ തളരില്ല ഞാൻ ഫയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇട്ട്. ഇപ്പം തന്നെ ഈ ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറോട് നേരിട്ട് വിളിച്ച് സംസാരിക്കേണ്ട വിഷയമാണ് ഇവർ പബ്ലിക്കിലേക്ക് ഇട്ടത്. ഇപ്പം ഇത്രയും യൂട്യൂബേഴ്സും എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അപ്പം വീണ്ടും രേണുസുതി തന്നെ റീച്ച് കൂടിയില്ലേ. ബുദ്ധി വേണം, ബുദ്ധി. അല്ല നിങ്ങളിങ്ങനെ കിടന്ന് കുറച്ചത് കൊണ്ടായില്ല, ബുദ്ധി വേണം. രേണുസുതിക്ക് അതുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്, ഈ കണ്ടന്റോളികൾക്ക്. ഇഫ് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പം സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല.